കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. സൗഹൃദം ഇഷ്ടപ്പെടാത്ത ആരും തന്നെയില്ല. എല്ലാവർക്കും സൗഹൃദം കൂട്ടായ്മയുണ്ടാക്കും. ജീവിതത്തിലെ സന്തോഷങ്ങളിലും ദുഃഖത്തിലും നമ്മോടൊപ്പം ഒരു സുഹൃത്തുണ്ടാകാൻ നാം ആഗ്രഹിക്കുന്നു, അല്ലേ? സുഹൃത്തുക്കൾ പലവിധമുണ്ട്. സ്കൂളിലും കോളേജിലും ജോലി സ്ഥലങ്ങളിലുമായി അങ്ങനെ കൂട്ടുകാർ അങ്ങനെ നല്ല സൗഹൃദ ബന്ധത്തിലാകുന്നു. സന്തോഷമായിരിക്കുക. ഇന്നത്തെ നമ്മുടെ റേഡിയോ പ്രിയോറിൽ 8A ക്ലാസ് ടീച്ചറിനും കുട്ടികളോടുമൊപ്പം അഗ്നസ് സിനേറ്റ ആൻഡ് പ്രപഞ്ച VP സൈനിങ്. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഇന്ന് റേഡിയോ പ്രിയോറിനും റേഡിയോ പ്രിയോറിന്റെ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ അർപ്പിക്കുന്നത് റവറന്റ് ഫാദർ ഗ്ലാഡ്വിൻ ഡി അൽമേഡ. ഇപ്പോൾ ഇറ്റലിയിൽ വൈദിക ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. ഞാൻ ഇറ്റലിയിൽ നിന്നും ഫാദർ ഗ്ലാഡ്വിൻ ഡി അൽമേഡ OST. ഫേസ്ബുക്കിൽ നിന്ന് നാട്ടിലെ പല വാർത്തകളും സംഭവങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനിടെ കൂനമ്മാവിലെ സെയിന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കന്മാരും മിടുക്കുകളുമായ വിദ്യാർത്ഥികളുടെ യൂട്യൂബ് ചാനലായ റേഡിയോ പ്രിയോർ എന്ന പരിപാടി കേൾക്കുവാനിടയായി. ടിവിയും ഇന്റർനെറ്റുമൊക്കെ മാധ്യമലോകം കൈയടക്കുന്നതിനു മുൻപ് നമ്മളെല്ലാവരും ആശ്രയിച്ചിരുന്ന റേഡിയോ മാധ്യമത്തെ ശരിയായ വിധത്തിൽ അനുഭവവേദ്യമാക്കുകയാണ് ഈ കുരുന്നുകൾ. റേഡിയോ പ്രിയോർ എന്ന പരിപാടിയിലൂടെ ഇത്രയും ഹൃദ്യമായ അനുഭവം സമ്മാനിക്കുന്ന സെയിന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും, HMനും അധ്യാപകർക്കും മറ്റ് അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഇനിയും കൂടുതൽ നല്ല പ്രോഗ്രാമുകൾ റേഡിയോ പ്രിയറിലൂടെ എല്ലാവരിലേക്കും എത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു. ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കണം. കാരണം ഇന്ന് നിങ്ങളോടൊപ്പമുള്ളവർ നാളെ നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നില്ല എന്ന ആത്മവിശ്വാസത്തിന്റെ വാക്കുകൾ പകർന്നു തന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന് പ്രമാണമർപ്പിച്ച് സംസാരിക്കുന്നു ഹെൽന പീറ്റർ. ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായിരുന്ന അബുൽ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം ഓർമ്മയായിട്ട് ജൂലൈ 27-ന് 10 വർഷം തികയുന്നു. ആ മഹാപ്രതിഭ മിസൈൽ സാങ്കേതിക വിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നു. തമിഴ്നാട്ടിലാണ് ജനിച്ചത്. ബഹിരാകാശ എഞ്ചിനീയറിംഗ് പഠനത്തിനു ശേഷം പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം, ബഹിരാകാശ ഗവേഷണ കേന്ദ്രം എന്നിവയിൽ ഉന്നത സ്ഥാനം അലങ്കരിച്ചു. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം ബാലിസ്റ്റിക് മിസൈലുകളുടെയും പൊക്രാൻ അണുവായുധ പരീക്ഷണത്തിന്റെയും സൂത്രധാരനായിരുന്നു. ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന പേരിൽ പ്രശസ്തനായ ഇദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ ശേഷം അധ്യാപനം, എഴുത്ത്, പ്രഭാഷണം, പൊതുസേവനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. 2020 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള കാഴ്ചപ്പാടുകൾ ഇന്ത്യ 2020 എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചു. വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുമായി സംബന്ധിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന കലാം വിദ്യാർത്ഥികൾക്കിടയിലെ പ്രചോദകനായിരുന്നു. 2015 ജൂലൈ 27-ന് 84ാമത്തെ വയസ്സിൽ നമ്മോട് വിട പറഞ്ഞ അബ്ദുൽ കലാം എന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു. ആ മഹാത്മാവിന് മുൻപിൽ സെന്റ് ഫിലോമിനാസിന്റെ പ്രണാമം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കുതിച്ചു ചാടാൻ ശ്രമിക്കുന്ന ഇന്ത്യക്ക് മുതൽക്കൂട്ടാണ് APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളും ആശയങ്ങളും. ഇന്ത്യക്ക് മാത്രമല്ല, ഓരോ വിദ്യാർത്ഥിക്കും ഓരോ ശാസ്ത്രജ്ഞനും പ്രചോദനവും പ്രസരിപ്പുമാണ് APJ അബ്ദുൽ കലാം.
മൗനം മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. പ്രകൃതി എന്ന അമ്മയുടെ മടിത്തട്ടിൽ ശാന്തമായി ഉറങ്ങണമെങ്കിൽ പ്രകൃതിയെ സംരക്ഷിച്ചേ മതിയാവൂ. പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശവുമായി അലീന. പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28 ആചരിക്കുന്നു. എന്തിനാണ് ദിനാചരണം എന്നല്ലേ? പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കേണ്ടതിന് പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം നൽകാൻ ആരോഗ്യകരമായ പ്രകൃതി സമൂഹത്തിന് അത്യാവശ്യമാണ്. സുസ്ഥിര വികസനത്തിനും ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും പ്രകൃതി സംരക്ഷിച്ചേ തീരൂ. ജലക്ഷാമം, വായുമലിനീകരണം, വനനശീകരണം, കാലാവസ്ഥാ വ്യതിയാനം എന്നീ പ്രശ്നത്തെ നേരിടാൻ ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിദ്യാർത്ഥികളായ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നല്ലേ? വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ചെറിയ കാര്യങ്ങൾ പോലും പ്രകൃതി സംരക്ഷണമാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറയ്ക്കുക, ജലവും ഊർജവും സംരക്ഷിക്കുക, പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, തൈകൾ നട്ടുപിടിപ്പിക്കുക, പരിസരം വൃത്തിയാക്കുക എന്നിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. പ്രകൃതിയിലൂടെ നടത്താം എന്ത് രസമാ! നിങ്ങൾ എപ്പോഴെങ്കിലും മണ്ണിൽ ചവിട്ടി നടക്കാറുണ്ടോ? ഒരു കുളിർമ നിറഞ്ഞ അനുഭവമാണ് അല്ലേ കൂട്ടുകാരെ? ആ കുളിർമ ആസ്വാദകരമാക്കണമെങ്കിൽ നമ്മുടെ പച്ചപ്പുകളെ, പ്രകൃതിയെ സംരക്ഷിച്ചേ പറ്റൂ. നമുക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം ആ നല്ല പ്രകൃതിക്കായി. കൈ വളർന്നോ, കാല് വളർന്നോ എന്ന് നോക്കി നമുക്ക് കാവലിരുന്ന നമ്മുടെ മാതാപിതാക്കൾക്കായി സ്നേഹത്തിന്റെ സംഗീതവുമായി എത്തുന്നു വൈഗ യോഗേഷ്. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ, ഇനി എന്നും ഉറങ്ങിടാം ഒരു ചിപ്പിയണിയമ്മ. കാൽത്തളയിൽ കൈവളയിൽ കിലുകിലു നീട്ടി കളിയാടി വരും നേരം കാതോർത്തിടും നീയമ്മ. പിച്ച പിച്ച വയ്ക്കും കൺമണിയേ, എന്നിലെ കണ്ണിലെ കൃഷ്ണമണി നീയേ. പിച്ച പിച്ച വയ്ക്കും കൺമണിയേ, എന്നിലെ കണ്ണിലെ കൃഷ്ണമണി നീയേ. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ, ഇനി എന്നും ഉറങ്ങിടാം ഒരു ചിപ്പിയണിയമ്മ. മഞ്ഞോളം പോലെ മനസ്സിൻ പുണ്യം പോലെ, എന്നുയിരിൻ കുമ്പിളിലെ പുണ്യം നീയല്ലേ. മഞ്ഞോളം പോലെ മനസ്സിൻ പുണ്യം പോലെ, എന്നുയിരിൻ കുമ്പിളിലെ പുണ്യം നീയല്ലേ. മാറിൽ നീയോ ചായും നേരം മാനിൻ കുഞ്ഞായി മാറും നേരം, വെള്ളി നിലാവാകുന്നെന്നും നല്ല ആരോമൽ വാവേ. ചന്ദനം തെന്നൽ ചാരം വീശിയ ഓരോരാവും ആലില മഞ്ചമൊരുക്കിയിരുന്നു ഞാൻ. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ, ഇനി എന്നും ഉറങ്ങിടാം ഒരു ചിപ്പിയണിയമ്മ. കാൽത്തളയിൽ കൈവളയിൽ കിലുകിലു നീട്ടി കളിയാടി വരും നേരം കാതോർത്തിടും നീയമ്മ. പിച്ച പിച്ച വയ്ക്കും കൺമണിയേ, എന്നിലെ കണ്ണിലെ കൃഷ്ണമണി നീയേ. പിച്ച പിച്ച വയ്ക്കും കൺമണിയേ, എന്നിലെ കണ്ണിലെ കൃഷ്ണമണി നീയേ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഹെപ്പറ്റൈറ്റിസിന്റെ പ്രാധാന്യവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു തരുന്നു ബയോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ശ്രീമതി അന്ന മേരി ബോബി ടീച്ചർ.
ഇന്ന് ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. എന്താണ് ഹെപ്പറ്റൈറ്റിസ്? ഹെപ്പറ്റൈറ്റിസ് എന്നാൽ കരളിൽ ഉണ്ടാകുന്ന വീക്കമാണ്. ഇത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. പ്രധാനമായും വൈറൽ അണുബാധകൾ വഴിയാണ് കരളിന് വീക്കമുണ്ടാകുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ എന്നിങ്ങനെ പലതരത്തിലുള്ള വൈറൽ ഹെപ്പറ്റൈറ്റിസുകൾ ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ മലിനമായ ആഹാരം, ജലം എന്നിവയിലൂടെ പകരുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി രക്തത്തിലൂടെയും ശരീരസ്രവങ്ങളിലൂടെയും പകരുന്നു. ഹെപ്പറ്റൈറ്റിസ് സി രക്തത്തിലൂടെ പകരുന്നു. ഹെപ്പറ്റൈറ്റിസ് ഡി ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ളവരിൽ മാത്രം കണ്ടുവരുന്ന രോഗം. ഹെപ്പറ്റൈറ്റിസ് ഇ മലിനമായ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗം. ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസുകൾക്ക് പുറമെ മദ്യപാനം, ചില മരുന്നുകൾ, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്നിവയും ഹെപ്പറ്റൈറ്റിസിന് കാരണമാകാറുണ്ട്. ഈ രോഗത്തിന് സാധാരണയായി കാണുന്ന രോഗലക്ഷണങ്ങൾ ചർമ്മത്തിൻ്റെയും കണ്ണുകളുടെ വെള്ളയുടെയും മഞ്ഞ നിറം, വിശപ്പില്ലായ്മ, ഛർദി, ഓക്കാനം, വയറുവേദന, വയറിളക്കം, ക്ഷീണം. ഗുരുതരമായ കരൾ രോഗത്തിനും കരൾ ക്യാൻസറിനും കാരണമാകുന്ന കരളിൻ്റെ വീക്കമായ വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് അവബോധമുണർത്തുന്നതിനായിട്ടാണ് എല്ലാ വർഷവും ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കുന്നത്. 2025 പ്രമേയം ഹെപ്പറ്റൈറ്റിസ് നമുക്ക് തകർക്കാം എന്നതാണ്. ഈ വർഷത്തെ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിൽ ഹെപ്പറ്റൈറ്റിസ് രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ ഇല്ലാതാക്കാനും പ്രതിരോധ കുത്തിവയ്പ്പുകൾ, പരിശോധന, ചികിത്സ എന്നിവയിലൂടെ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായിരിക്കുന്ന ഹെപ്പറ്റൈറ്റിസിനെ 2030 ഇല്ലാതാക്കാനും ലക്ഷ്യമിടുന്നു. ഈ ലക്ഷ്യത്തോടൊപ്പം നമുക്കും അണിചേരാം. ഹെപ്പറ്റൈറ്റിസ് തിരിച്ചറിഞ്ഞ് ജീവൻ സംരക്ഷിക്കുക. പ്രതിരോധ മാർഗങ്ങൾ: തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കടയിൽ നിന്ന് വാങ്ങുന്ന ശീതള പാനീയങ്ങളിൽ ചേർക്കുന്ന ജലം ശുദ്ധജലമാണെന്ന് ഉറപ്പുവരുത്തുക. കിണറുകളും കുടിവെള്ള സ്രോതസ്സുകളും ക്ലോറിനേഷൻ നടത്തുക. രോഗികൾക്ക് എളുപ്പം ദഹിക്കുന്ന കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണവും ധാരാളം വെള്ളവും നൽകുക. രോഗിക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമാണ്. ജങ്ക് ഫുഡ് ഒഴിവാക്കുക. ഹെപ്പറ്റൈറ്റിസിനെ തിരിച്ചറിഞ്ഞ് കരളിനെ സംരക്ഷിക്കൂ. താങ്ക് യു. സൗഹൃദങ്ങളില്ലാത്ത ജീവിതം മരുഭൂമിയിലെ വരണ്ട നിലം പോലെയാണ്. സൗഹൃദങ്ങൾ കൊണ്ട് ജീവിതത്തിന് പച്ചപ്പ് നൽകാം. ഇന്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആചരിക്കുന്ന ഈ ദിനത്തിൽ സുഹൃത്തുക്കളോട് സ്നേഹം പങ്കുവയ്ക്കുന്നതിനായി ഒരു മധുരമുള്ള തണ്ണിമത്തൻ ജ്യൂസ് റെസിപ്പിയുമായി എത്തുന്നു അയന. ഹലോ കൂട്ടുകാരെ, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാട്ടർമെലൻ ജ്യൂസ് ആണ്. വാട്ടർമെലൻ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു വലിയ വാട്ടർമെലൻ എടുക്കാം. ആ വാട്ടർമെലൻ നന്നായിട്ട് കട്ട് ചെയ്ത് അതിനുള്ളിലെ പഴം മാറ്റാം. എന്നിട്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. കുരു ഇഷ്ടമില്ലാത്തവർക്ക് കുരു മാറ്റാട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് പാല്, ഏലക്കായ, പഞ്ചസാര എന്നിവ അങ്ങോട്ട് കൂട്ടിക്കുഴയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചങ്ങോട്ട് എടുക്കാം. എന്നിട്ട് ഒരു ഗ്ലാസ് എടുത്ത് അതിനകത്തേക്ക് ആ വാട്ടർമെലൻ ജ്യൂസ് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് വാട്ടർമെലന്റെ കുറച്ച് കട്ട് പീസസും കൂടെ അതിന്റെ മുകളിലിട്ട് ഒരു പുതിനയും വെച്ചാൽ നമ്മുടെ ഹെൽത്തി ജ്യൂസി ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വാട്ടർമെലൻ ജ്യൂസ് റെഡി. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. വേൾഡ് വൈഡ് വെബ്. ഇനിയുള്ള കാലം ഈ ചിലന്തി വിലയില്ലാത്ത ജീവിതം ബുദ്ധിമുട്ടാണ്. A speech about WWD by Agnes Sanita. ഹായ് ഫ്രണ്ട്സ്, ഓഗസ്റ്റ് 1 ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മിൽ പലരും ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാണ്. വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ വഴി ധാരാളം സന്ദേശങ്ങളും ഇമേജസും ഇൻഫോർമേഷൻസും സെൻഡ് ചെയ്യുന്നു. അപ്പോൾ WW എന്തെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. വേൾഡ് വൈഡ് വെബ്. അതേ കൂട്ടുകാരെ, ഓഗസ്റ്റ് 1 വേൾഡ് വൈഡ് വെബ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്.
വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനും ലോകത്തെ ഒന്നിപ്പിക്കാനും ടിം ബേർണസ്-ലീ 1989 രൂപം നൽകിയതാണ് വേൾഡ് വൈഡ് വെബ്. കൂടാതെ നിങ്ങളിൽ പലരും സാഹസികത ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഓഗസ്റ്റ് 1 മലകയറ്റ ദിനമാണ്. മലകയറ്റത്തിന് പറ്റുന്നില്ലെങ്കിലും ചെറിയ സാഹസികതകളിൽ ഏർപ്പെടാൻ നമുക്ക് കഴിയും, അല്ലേ കൂട്ടുകാരെ? പക്ഷേ സൂക്ഷിച്ചു വേണം. അപകടകരമായ സാഹസികതയ്ക്ക് തുനിയരുത്. ഓഗസ്റ്റ് 1 മലകയറ്റ ദിനമായി ആചരിക്കപ്പെടുമ്പോൾ മലകയറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയും കായിക വിനോദ വിജയങ്ങളും ധൈര്യവും നൽകുന്ന ഒരു ദിനമായി മാറുകയാണ് ചെയ്യുന്നത്. കാർട്ടൂൺ കഥാപാത്രങ്ങളെ കൂട്ടുകാർക്ക് ഇഷ്ടമായിരിക്കും. മാർവൽ കോമിക്സിന്റെ അമാനുഷികമായ കഥാപാത്രമാണ് സ്പൈഡർമാൻ. പീറ്റർ പാർക്ക് എന്നാണ് സ്പൈഡർമാന്റെ യഥാർത്ഥ പേര്. ഒരിക്കൽ അണുവിശ്രമുള്ള ഒരു ചിലന്തിയുടെ കടിയേൽക്കുന്നതോടെ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ പീറ്റർ പാർക്കിന് ചിലന്തിയുടെ സമാനമായ അമാനുഷിക ശക്തി ലഭിക്കുന്നു. പിന്നീട് ആ കുട്ടി സ്പൈഡർമാൻ എന്ന പേരിൽ ദുഷ്ടശക്തികൾക്കെതിരെ പോരാടാൻ തയ്യാറെടുക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് സ്പൈഡർമാൻ. ആ സ്പൈഡർമാൻ ദിനമാണ് ഓഗസ്റ്റ് 1. ഓഗസ്റ്റ് 1 ഇനിയുമുണ്ട് പ്രത്യേകത. കൂട്ടുകാരെ, നമ്മളെല്ലാം ഫ്രണ്ട്സ് അല്ലേ? നാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ് ഓഗസ്റ്റ് 1. കൂട്ടുകാരെ വിഷ് ചെയ്യാനും സൗഹൃദം പങ്കുകൊടുക്കാനും പറ്റിയൊരു ദിനം. ഇങ്ങനെ നിരവധിയുണ്ട് ഓഗസ്റ്റ് 1 പ്രത്യേകതകൾ. സെന്റ് ഫിലോമിന സ്കൂളിനെ സംബന്ധിച്ച് ഓഗസ്റ്റ് 1 ഒരു പ്രത്യേകത കൂടിയുണ്ട്. അറിയാമോ കൂട്ടുകാർക്ക്? നമ്മുടെ വൈബായ ഗ്രീറ്റ് ടീച്ചറിന്റെ ജന്മദിനം. ഹാപ്പി ബർത്ത്ഡേ ഗ്രീറ്റ് ടീച്ചർ. ഈ ആഴ്ചയിലെ സ്കൂൾ വാർത്തകൾ കേൾക്കണ്ടേ? സ്കൂൾ വിശേഷങ്ങളുമായി എത്തുന്നു ഹെൽന പീറ്റർ. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഹെൽന പീറ്റർ. വിദ്യാർത്ഥികൾക്കായി പ്ലാനറ്റോറിയം ഷോ. സൗരയൂഥത്തിന്റെ നേർക്കാഴ്ച വിസ്മയം ആസ്വദിക്കുന്നതിനും സൗരയൂഥത്തെക്കുറിച്ച് കൂടുതൽ വിജ്ഞാനവും ശാസ്ത്രാന്വേഷണത്തോടെയും ഉണർത്തുന്നതിനുമായി പ്ലാനറ്റോറിയം ഷോ നമ്മുടെ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു. സ്കൂൾ പാർലമെന്ററി ഇലക്ഷൻ വിജ്ഞാപനവും നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും സംഘടിപ്പിച്ചു. 2025-26 അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്ററി ഇലക്ഷന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും അതിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും പൂർത്തീകരിച്ചു. അധ്യാപക രക്ഷകർത്താ യോഗവും ബോധവൽക്കരണ ക്ലാസും. 2025-26 അധ്യയന വർഷത്തെ ക്ലാസ് PTA-യും അധ്യാപക രക്ഷകർത്ത സംഘടനയുടെ പൊതുയോഗവും ഓഗസ്റ്റ് 1 സംഘടിപ്പിച്ചു. യോഗത്തിൽ എല്ലാ രക്ഷകർത്താക്കളും പങ്കെടുത്തു. തുടർന്ന് അഡ്വക്കേറ്റ് ചാർലി പോൾ രക്ഷകർത്താക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ശാസ്ത്ര ക്വിസ് 2025 സംഘടിപ്പിച്ചു. കേരള സംസ്ഥാന യുവജന ക്ഷേമ സംഘടന സംഘടിപ്പിച്ച ശാസ്ത്ര ക്വിസിൽ വിദ്യാർത്ഥികൾ ഉത്സാഹത്തോടെ പങ്കെടുത്തു. എറണാകുളം ജില്ലാ വടംവലി മത്സരത്തിൽ സെന്റ് ഫിലോമിനാസ് 1ാമത്. എറണാകുളം അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിൽ വെച്ച് നടന്ന വടംവലി അണ്ടർ 17 പെൺകുട്ടികളുടെ വിഭാഗത്തിലും അണ്ടർ 17 മിക്സഡ് വിഭാഗത്തിലും സെന്റ് ഫിലോമിനാസ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. പ്രതീക്ഷകളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. പ്രതീക്ഷകൾ നമുക്ക് ഉണർവും സന്തോഷവും പകരുന്നു. അപ്പോൾ അടുത്ത റേഡിയോ പ്രിയോന്റെ എപ്പിസോഡിൽ എന്തൊക്കെ ചേരുവകളായിരിക്കും എന്നറിയണ്ടേ? എന്ന പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും തൽക്കാലം കുട്ടികളും ഗ്രീറ്റ് ടീച്ചറിനുമൊപ്പം ആഗ്നസ് അനീറ്റ ആൻഡ് പ്രപഞ്ച VP സൈനിങ് ഓഫ്. താങ്ക് യു. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ.